പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു. വേഗം വരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് സ്വാഗതം. ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഒരിക്കൽ എനിക്ക് തോന്നുന്നു, ഞാൻ ഏതോ ഒരു ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. ഇന്ന് ദൈവസഭയ്ക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, നമുക്ക് തിരുവെഴുത്തുകൾ അറിയാതെ വന്നു നാം അനേക തെറ്റുകളിലേക്ക് പോയി ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് തിരുവചനത്തിലേക്ക് മടങ്ങി വരാം. ദൈവവചനത്തിലെ ഉപദേശങ്ങൾ വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഭാഗ്യമാണ്. ദൈവവചനം കാക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും കാണപ്പെടുമോ? അതോ ദൈവവചനത്തെ വലിയ ഗൗരവമായിട്ട് കാണാതെ അതിനെ തള്ളിക്കളയുവാൻ, അതിനെ കോട്ടിക്കളയുവാൻ, അതിനെ മറന്നു കളയുവാൻ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. ഇവിടെ ഈ സഭ ഈ വിധത്തിൽ ഈ ചക്രവർത്തി ക്രിസ്ത്യാനിയായി റോമൻ സാമ്രാജ്യത്തിൻ്റെ മതം ക്രിസ്തുമതമായി തീർന്നപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. നീ എവിടെ പാർക്കുന്നു എന്ന് അവിടെ കർത്താവ് പരിചയപ്പെടുത്തി നോക്കട്ടെ. 12-ാം വാക്യത്തിൽ ഇരുവായ്ത്തലയുള്ള മൂർച്ചേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്. യെസ്, മൂർച്ചേറിയ ഇരുവായ്ത്തല. സെപ്പറേഷൻ ഈസ് നീഡ്. യു ആർ thoroughly married. നീ നന്നായി ലോകത്തോട് ഇഴുകിച്ചേർന്നു, ലോകത്തോട് വിവാഹം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നിനക്ക് ആവശ്യമുള്ളത് ഒരു സെപ്പറേഷനാണ്. എൻ്റെ കയ്യിൽ ആ ഇരുവായ്ത്തലയുള്ള വാളുണ്ട്. ആ ഇരുവായ്ത്തലുള്ള വാള് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. എബ്രായത്തിലൊക്കെ വായിക്കുന്നില്ലേ, ഇരുവായ്ത്തലുള്ള വാളിനേക്കാൾ മൂർച്ചേറിയതാണ് ദൈവത്തിന്റെ വചനം. അതുപോലെ തന്നെ യെശയ്യാ 11:4 വായിക്കുന്നുണ്ട്, തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. അവന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്തിൽ അവന്റെ വായ് കൊണ്ടാണ് അന്തിക്രിസ്തുവിനെ. ദൈവത്തിന്റെ വാക്കുകൾ, കർത്താവിന്റെ വാക്കുകൾ, അതിന്റെ ശക്തി ഓർത്തെ, സകലത്തെയും സൃഷ്ടിച്ച വാക്കുകൾ, അത് വലിയ മൂർച്ചേറിയതും ശക്തിയുള്ളതുമാണ്. അവന്റെ വായിൽ നിന്ന് വന്ന വചനമായതുകൊണ്ട് അതിന് ശക്തിയുണ്ട്. എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ ഹിസ് വേർഡ്. ആ വാക്കുകൾ ഇവിടെ നോക്കുക. ഇരുവായ്ത്തലുള്ള മൂർച്ചേറിയ വായുള്ളവൻ അരുളി ചെയ്യുന്നു. അവനോട് കർത്താവ് പറയുകയാണ്, നീ എവിടെ പാർക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചാട്ടെ. നീ എവിടെ പാർക്കുന്നു? ഐ നോ വെർ യു ഡ്വെല്ലത്ത്. എന്ത് പറ്റി സഭയ്ക്ക്? പെർമനന്റ്ലി പാർക്കാൻ തുടങ്ങി. അതുവരെ എങ്ങനെയായിരുന്നു? പീഡിപ്പിക്കപ്പെട്ട് ദരിദ്രരായി ഭിക്ഷ ചോദിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നടന്നപ്പോൾ ആ സ്മരണ സഭയോട് പറഞ്ഞു, നീ ധനവാനാണ്. 9-ാം വാക്യത്തിലുണ്ട്. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നീ ധനവാനാകുന്നതാനും. അവര് പട്ടിണിയുള്ളവർ അനുഭവിച്ചു. ഭൗമിക അവര് പട്ടിണി അനുഭവിച്ചെങ്കിലും കർത്താവ് ആത്മീയമായി അവരെ നോക്കിയപ്പോൾ അവർ വലിയ ധനികന്മാരാണ്. ഈ സ്മരണാസഭയോട് ബന്ധപ്പെട്ടതാ പറയുന്നത്. സ്മരണാസഭയോട് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും അതിനിടയ്ക്ക് പറയാ നീ ധനവാനാകുന്നതാനും. നീ ധനവാനാകുന്നു. അത് ആത്മീക ധനികനാണ്. ഓ ശരി. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഈ ഭൂമിയിൽ ദരിദ്രരായിരുന്ന ഒരു കൂട്ടം വലിയ ധനികന്മാരെ അവിടെ കാണപ്പെടും. അവർ ആത്മീകമായി സമ്പന്നരായി മാറി.
അവരുടെ ഭൂമി, അവരുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു, അവരുടെ ജോലികൾ നഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതിരിക്കില്ല. അവൻ്റെ നാമത്തിൽ അവരത് വിട്ട് സഹിക്കുകയാണ്. കർത്താവിനെ ഉപേക്ഷിച്ച് സീസർ കർത്താവാണെന്ന് ഏറ്റു പറഞ്ഞാൽ ഇതെല്ലാം അവർക്ക് തിരിച്ചു കിട്ടും. എന്നാൽ അവർ സഹിക്കുകയാണ്. ആ സഹനം, ആ സഹിഷ്ണുത അവനോടുള്ള സ്നേഹത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഇവർക്ക് അതിന്റെ പ്രതിഫലങ്ങളുണ്ട്. അവിടെ വലിയ ധനികരെ കാണുമ്പോൾ, ഈ ഭൂമിയിൽ വലിയ ധനികരായിരുന്ന ഇവരോട് പറഞ്ഞു തന്നെ അവരോട് കർത്താവ് പറയുന്നത്, നീ പാർക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. ഇവിടെ ആദ്യം ശ്രദ്ധിക്കണം, ഇവര് ഭൂമിയിൽ സെറ്റിൽ ചെയ്തു. അന്യരും പരദേശികളുമായിരുന്നു. അതായിരുന്നു വിശുദ്ധന്മാരുടെ ക്യാരക്ടർ. 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അന്യരും പരദേശികളും. അപ്പൊ നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വി ആർ സ്ട്രേഞ്ചേഴ്സ് ആൻഡ് പിൽഗ്രിംസ്. എത്ര ഭയങ്കരമായ ആശയമാണ്. പിൽഗ്രിം എന്ന് പറഞ്ഞാൽ അവനൊരു ഭവനമുണ്ട്. ഈസ് മാർച്ചിങ് ടുവേർഡ്സ്. ആ പ്രദേശത്തേക്ക് അവൻ പോവുക. നോക്കുക, അവന്റെ വീടിനെ നോക്കി യാത്ര ചെയ്തു. ഈ ലോകം എന്ന് പറയുന്നത് കടന്നു പോകുന്ന അതൊരു പരദേശി. അവൻ ഇവിടെ ഉള്ളവനല്ല. ഈസ് എ സ്ട്രേഞ്ചർ. അവന്റെ നാടിതല്ല. അവൻ അങ്ങോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതായിരുന്നു അവന്റെ ക്യാരക്ടർ. പക്ഷെ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചു? നമ്മൾ ഓർക്കണം, ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. എന്നാൽ ഇവിടെ ഈ ലോകത്തിൽ സെറ്റിൽ ചെയ്യാനായിട്ട് തുടങ്ങി. ആ സഭയോടാ പറയുന്നത്, നീ എവിടെ പാർക്കുന്നെന്ന് എനിക്കറിയാം. സഭ സ്ഥിരമായിട്ട് ഭൂമിയിൽ അങ്ങ് പാർക്കാനായിട്ടുള്ള ഉടമ്പടികളെല്ലാം ഒപ്പിട്ട് വിവാഹബന്ധം കഴിക്കുന്നത് പോലെ ലോകവുമായിട്ട് ഇണങ്ങിച്ചേർന്നു. ഈ റോമൻ സാമ്രാജ്യം സ്വത്തുക്കളും ഒക്കെ തിരിച്ചു കൊടുത്തു. രാജാവിന്റെ പ്രൗഢിക്കനുസരിച്ച് ദേവാലയങ്ങളും വലിയ കത്തീഡ്രൽസും വലിയ വലിയ ക്രൈസ്തവ നേതാക്കൾക്ക് അധികാരവും അവർക്ക് പൗരോഹിത്യക്ക് നമ്മൾ വായിച്ചല്ലോ. ഇവിടെ നമ്മൾ പഠിച്ചതല്ലേ അതിന്റെ 15-ാം വാക്യം. നിക്കലോവരുടെ ഉപദേശം, അത് കർത്താവ് പകച്ചിരുന്ന ആ നടപ്പിനെ അത് ഉപദേശമാക്കി തീർത്തു. പുരോഹിതന്മാരെന്ന് പറയുന്ന വേറെ ഒരു സിസ്റ്റം അവിടെ കടന്നു വന്നു. ക്രിസ്ത്യ സഭയിൽ നമ്മൾ കാണുന്ന അനേക തെറ്റായ ഉപദേശങ്ങൾ കടന്നു വരുന്നത് ഇതോടുള്ള ബന്ധത്തിലാണ്. പല കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ പോലും ആളുകൾക്കത് സത്യമാണോ എന്ന് ഗ്രഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് സഭയില് ദുരാചാരങ്ങളൊക്കെ കടന്നു വന്നത് ഈ കാലഘട്ടം തൊട്ടാണ്. വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരികയും അതിന് മൊത്തത്തിൽ അവർ പാരമ്പര്യം എന്നുള്ള പേര്, ആ ലേബലിൽ ആ കാര്യങ്ങൾ പിന്നെ കൊണ്ടുവരികയും ചെയ്തല്ലേ? അതെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, മൂർച്ചയേറിയ ഇരുവായ്ത്തുള്ള വാളെന്റെ കയ്യിലുണ്ട്. ഈ അൺഹോളി അലയൻസിനെ മുറിക്കേണ്ടത് ആവശ്യമാണ്. അത് ചെവിയുള്ളവനെ കേൾക്കാനോ അത് പ്രവർത്തിപ്പാനോ സാധിക്കുകയുള്ളൂ. സഭ പാർക്കുന്ന ഇടം കർത്താവ് പറഞ്ഞത് സാത്താന്റെ സിംഹാസനമുള്ളതാണ്. ശരിക്ക് സാത്താന്റെ സിംഹാസനം ചില സ്ഥലങ്ങളിലുണ്ട്. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, വാഴ്ചകളും അധികാരങ്ങളും. ഇവൻ സർവ്വവ്യാപിയല്ല സാത്താൻ. ദൈവം സർവ്വവ്യാപിയാണ്. സാത്താൻ സർവ്വവ്യാപിയല്ല. എന്നാൽ വാഴ്ചകളും അധികാരങ്ങളും, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, ഓരോ സ്ഥലങ്ങളെ കീഴ്പ്പെടുത്തി അവന്റെ കീഴിൽ കുട്ടി സാത്താന്മാരുണ്ട്. അങ്ങനെയാണ് അവന്റെ ഭരണം നടക്കുന്നത്. ശരി. അപ്പോൾ ഇവിടം സാത്താന്റെ സിംഹാസനം ലിറ്ററലി ഉള്ളൊരു സ്ഥലമായിരുന്നു. സ്മുർണ. സാത്താന്റെ സിംഹാസനം അവിടെ ഉണ്ടായിരുന്നു. പെർഗമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. സ്മൃത നമ്മൾ ഓർത്ത പോലെ പീഡ അനുഭവിക്കുന്നത്. എന്നാൽ ഇവിടെ ഇവരെ ആ 13-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുക. ക്രിസ്ത്യാനി അല്ലെന്ന് അവർ പറയത്തില്ല. നീ എന്റെ നാമം മുറുകെ പിടിച്ചു. എന്റെ സാക്ഷി വിശ്വസന അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും അവിടെ വായിക്കുന്നില്ലേ? കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഇല്ല, ക്രിസ്ത്യാനികളാന്നാ പറയുന്നത്. നിഷേധിച്ചില്ല. അന്തിപ്പാസ് എന്ന് പറയുന്ന ആള് ചരിത്രത്തിൽ പല കാര്യങ്ങൾ പറയുന്നു. അന്തിപ്പോസ് എന്ന് പറയുന്ന വിശ്വസനായ ഒരു ഭക്തനായിരുന്നുവെന്നും അദ്ദേഹത്തെ ഒരു ബ്രാസ് ബുള്ളിൽ, അതായത് ഒരു കാളെ ബ്രാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കാളയ്ക്കകത്താക്കി പൂട്ടി തീ കത്തിച്ച് അതിനകത്തിട്ട് റോസ്റ്റ് ചെയ്തു വന്നെന്ന് അന്തിപ്പാസിനെ. വിശ്വസ്തനായ സാക്ഷി, രക്തസാക്ഷിയായി മരിക്കുകയാണ്. പല പഠനങ്ങളും അന്തിപ്പാസിനുള്ള ബന്ധത്തിൽ. പക്ഷെ ഇവിടെ തന്നെ രേഖപ്പെടുത്തി അവനെ കൊന്ന കാലത്ത് പോലും വിശ്വാസം നിഷേധിച്ചില്ല. യെസ്. എന്നാൽ അവിടെ ഈ കാലയളവിൽ ഇത്രയും അവര് ലോകത്തോട് ഇഴകിച്ചേർന്നെങ്കിലും 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പൻ തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കാൻ അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നത് അവിടെ നിനക്കുണ്ട്. എന്തോ ഒരു പ്രയോഗമാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഒരു ചെറിയ ഭാഷാ പ്രയോഗത്തിലൂടെ
വലിയ കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി തരുന്നു രൂപകാലങ്കാരത്തിലൂടെ. സിമ്പിൾസ്. ഈ ബലയാമിന്റെ ചരിത്രം നമ്മൾ സംഖ്യാപുസ്തകം 22-ാം അധ്യായം തുടങ്ങി ഏതാണ്ട് 25-ാം അധ്യായം വരെ ഉണ്ട്. നമ്പേഴ്സ്. അവിടെ എന്താ സംഭവിച്ചത്? ഈ പ്രവാചകൻ മോവാബ്യരും മിദ്യാന്യരും ഒക്കെ നോക്കിയപ്പോൾ ഒരു കൂട്ടം ജനം കടന്നു വരിക, ഇസ്രായേൽ മക്കൾ കാള പുല്ല് നക്കി തിന്നുന്ന പോലെ ചുറ്റുമുള്ള ജനങ്ങളെ നക്കി തിന്നുകൊണ്ട് വരികയാണ്. അവരോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കില്ലെന്ന് അവർ ജയാളികളായിട്ട് മാർച്ച് പാസ്റ്റ് ചെയ്യാണ്. ദൈവം അവരെ നടത്തിക്കൊണ്ട് വരിക. അവരെ പിന്നെ എങ്ങനെ കൊല്ലാൻ സാധിക്കും? അതിന് അവർ ചെയ്തൊരു മാർഗമുണ്ട്. ബലയാമെന്ന് പറയുന്ന ഒരു പ്രവാചകനെ, കള്ളപ്രവാചകനെ ഹയർ ചെയ്തു. ഇവരെ ഒന്ന് ശപിക്കണം, ഇസ്രായേലിനെ ശപിക്കണം. ഈ പ്രവാചകനെ അവർ കൂലിക്കെടുക്കുക. അതിന്റെ ചരിത്രം മുഴുവൻ അവിടെ ഉണ്ട്. പ്രവാചകൻ പർവ്വതത്തിൽ കയറി നിന്ന് ഇവരെ നോക്കുമ്പോൾ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അവര് തനിച്ചു പാർക്കുക. അവരെ 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നിന്നുണ്ട്. സംഖ്യാപുസ്തകം അതൊന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 23-ന്റെ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകം 4-ാമത്തെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. സംഖ്യാപുസ്തകം 23-9. ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന കാര്യം ഒന്ന് നോക്കിയാട്ടെ. ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം ഈ പ്രവാചകൻ തന്നെ പറയുന്നതാ. 23-9. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. യെസ് എന്ന് പറഞ്ഞാൽ തനിച്ചു പാർക്കുകയാണ്. അവര് ലോകത്തോട് ഇഴുകിച്ചേരുന്നില്ല. അവരുടെ ശക്തി ഈ വേർപാടിലായിരുന്നു. They are separated for God. അവർക്ക് വേർപെട്ട് ജീവിച്ചപ്പോൾ അവർ ശക്തന്മാർ. അവരെ ആർക്കും കൊന്നൊടുക്കുവാനോ ഒന്നും സാധിക്കത്തില്ല. അവരാണ് നമ്മൾ വായിച്ച പോലെ 22-4 വായിക്കുന്നുണ്ട്. കാള വയലിലെ പുല്ല് 22-4 കാള വയലിലെ പുല്ല് നക്കി തിന്നുന്ന പോലെ. 22-24. പിന്നെ യഹോവയുടെ ദൂതൻ, അല്ല 22-4 22-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. മോവാബ് മിദ്യാന്യ മൂപ്പന്മാരോട് കാള വയലിലെ പുല്ല് നക്കി തിന്നുന്നത് പോലെ ഈ കൂട്ടം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും നീക്കിക്കളയുമെന്ന് പറഞ്ഞു. കണ്ടോ, അത്ര ശക്തന്മാരാ. ആ ശക്തി വേർപാടില്ല. അത് ദൈവത്തോടുകൂടെ അവർ നിന്നത് കൊണ്ടാണ്. എന്നാൽ എന്തോ സംഭവിച്ചു? ഈ പ്രവാചകനെ ഇവര് പറഞ്ഞു ഞാൻ ശപിക്കത്തില്ല. ദൈവം പറഞ്ഞു ശപിക്കാൻ പാടില്ല, ഞാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ ഒരു പ്രയോഗമുണ്ട്. യൂദായുടെ ലേഖനം 11-ാം വാക്യത്തെ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നുണ്ട്, കൂലി കൊതിച്ച് ബലയാമായിരുന്ന വഞ്ചനയിൽ അകപ്പെട്ടു. ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യൂദായുടെ ലേഖനം 11-ാം വാക്യം. യൂദായുടെ ലേഖനം 11-ാം വാക്യം. അവർക്ക് അയ്യോ കഷ്ടം, അവർ കൈയിന്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച് ബിലയാമിന്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്താ സംഭവിച്ചേ? ശപിക്കരുതെന്ന് പറഞ്ഞു, ശപിക്കാനൊക്കുന്നില്ല. ഇവൻ പറഞ്ഞു ശപിക്കത്തില്ല. കള്ളപ്രവാചകനായിരുന്നെങ്കിൽ ശപിക്കത്തില്ല. പക്ഷെങ്കില് ഈ രാജാക്കന്മാർ വീണ്ടും ഇവന് സമ്മാനങ്ങളും വെള്ളിയൊക്കെ കൊടുത്ത് ഇവനെ അങ്ങ് കൂലിക്കെടുത്തു. അപ്പൊ അവന് ശപിക്കാനൊക്കത്തില്ല. അവൻ വേറൊരു മാർഗം പറഞ്ഞു കൊടുത്തു. ഒരു കാര്യം ചെയ്യും, ഈ ജനത്തെ അങ്ങ് മലിനീകരിക്കാൻ പറഞ്ഞു, അശുദ്ധമാക്കുക, നിങ്ങളുടെ മോവാബിയ സ്ത്രീകളെ അങ്ങോട്ട് കയറ്റിവിടാൻ പറഞ്ഞു. അതിന്റെ ഫലമായി ദൈവകോപം വന്ന് ഈ ജനത്തെ ഒരുപാട് പേരെ കൊന്നുകളയുക. ശത്രുവിന്റെ എന്തോ ഒരു വലിയ തന്ത്രമല്ലേ. എത്ര 25-ാം അധ്യായം നിർത്താട്ടെ. സംഖ്യാപുസ്തകം തന്നെ നമുക്ക് നോക്കാം. 23-9 ഒന്ന് വായിക്കാം. ആദ്യം 23-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. നമ്മൾ വായിച്ചത് അത് വായിച്ചു. ഇനി 31-ാം അധ്യായം എടുത്താട്ടെ. 31-ാം അധ്യായം. 31-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. 31-ന്റെ 15-16 വാക്യങ്ങൾ. നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിന്റെ സംഗതിയിൽ ബിലയാമിന്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. അപ്പൊ ഇവൻ പറഞ്ഞു കൊടുത്ത മാർഗമാണ്. ശപിക്കാനൊക്കത്തില്ല. ഈ സ്ത്രീകളെ അങ്ങോട്ട് വിട്ട് മലിനപ്പെടുത്താൻ പറഞ്ഞു. 25-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ നോക്കിയാട്ടെ. 25-ന്റെ ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോറിനോട് ചേർന്നു. യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട് ജനത്തിൻ്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ
വിട്ട് മാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളയുക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട് നിങ്ങൾ ഓരോരുത്തരും താൻ്റെ ആളുകളിൽ ബാൽപെയോറിനോട് ചേർന്നവരെ കൊല്ലുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകെ ഒരു ഇസ്രായേലിൻ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാനിയ സ്ത്രീയെ കൊണ്ടുവന്നു. അഹരോൻ പുരോഹിതൻ്റെ മകനായ എലയാസാറിൻ്റെ മകൻ ഫീനഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യേ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തം എടുത്ത് ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തപുരത്തിലേക്കും ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി. ഇവിടെ നമ്മളിപ്പം വായിച്ചു. ഈ ചരിത്രം പശ്ചാത്തലത്തിൽ ഒറ്റ പദപ്രയോഗം കൂടെ നോക്കാട്ടെ. ഇനി നമുക്ക് നോക്കാം. ഈ പെർഗമോസ് സഭയുടെ ദൂത് എഴുതുമ്പോൾ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിലെ എന്തായി കർത്താവ് പറഞ്ഞത്? 14 നമ്മുടെ കർത്താവായി പറയുന്നത് 14-ാം വാക്യം നോക്കാട്ടെ. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. നോക്കുക, ഈ പഴയ നിയമത്തിലെ പശ്ചാത്തലം നമ്മൾ കണ്ടില്ലേ? അതെ, ശപിക്കാൻ സാധിക്കുകയല്ല. വേർപെട്ടിരുന്നപ്പോൾ അവരുടെ ശക്തി കാള പുല്ല്, വയലിലെ പുല്ല് നക്കി തിന്നുന്ന പോലെ ചുറ്റുമുള്ള ജനത്തെ തിന്നു വന്ന ഇവരെ അവരുടെ നേരെ ദൈവത്തിന്റെ കോപം ജ്വലിച്ച് അവർ തന്നെ പട്ടുപോകുവാൻ ഇടയാക്കി തീർത്തത് ബാലാക്കിന് ഉപദേശിച്ച ബലയാമിന്റെ ഉപദേശമാണ്. ഇവിടെ എടുത്ത് പറഞ്ഞു കണ്ടോ? അതെ, അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? ഇതിനു മുമ്പുള്ള ദൂത് കണ്ടോ? അവിടെ ഒന്നും ദൈവജനത്തെ നശിപ്പിച്ചു കളയാൻ സാധിക്കുന്നില്ല, അവരുടെ വേർപാടിന്റെ ജീവിതം. എന്നാൽ സത്താന്റെ വേറൊരു തന്ത്രം വന്നു, ഇവരെ മലിനപ്പെടുത്താൻ തുടങ്ങി. 2 കാര്യങ്ങൾ: 1 വിഗ്രഹാർപ്പിതവും, 2 ദുർനടപ്പും. ക്രിസ്തീയ സഭകളിൽ എങ്ങനെ വിഗ്രഹങ്ങൾ വന്നു? വർഷിപ്പ് ആൻഡ് ഇമ്മൊറാലിറ്റി അല്ലേ? അത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് ക്രിസ്തീയ സഭകളിൽ എങ്ങനെ വിഗ്രഹങ്ങൾ വന്നു? ആദ്യ സഭകളിൽ ഉള്ളതായിട്ടൊന്നും വേദപുസ്തകത്തിൽ ഒരിടത്തും കാണുന്നില്ല. വളരെ വ്യക്തമായി പുറപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത്? വ്യക്തമായിട്ട് ദൈവം കൽപ്പന കൊടുത്തിരുന്നതാണ്. കൽപ്പന. പിന്നെ എങ്ങനെ ഇവിടെ വിഗ്രഹം വന്നു? ഈ സ്ത്രീകളുമായിട്ട് ഇവര് ഇടകലരുവാൻ ഇടയായി തീർന്നത് ഒരു തന്ത്രമായിരുന്നു, അവരുടെ ബലം നശിപ്പിക്കാൻ. സാത്താൻ കൊണ്ടുവന്ന ഒരു തന്ത്രമാണ് വിഗ്രഹാർപ്പിതം തിന്നുക. നമ്മൾ ഓർക്കണം, there are 2 kinds of idols. 2 വിധത്തിലുള്ളതുണ്ട്. ഒന്ന് മെറ്റലും ഒന്ന് മെന്റലും. മെറ്റൽ ഇമേജ് ആൻഡ് മെന്റൽ ഇമേജ്. ഒന്ന് വിസിബിൾ അല്ലേ? ഒന്ന് വിസിബിൾ വിസിബിൾ അല്ല. ഈ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം വേറെ എന്ത് കവർന്നെടുക്കുന്നു അത് ബിംബമാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന. ഓ അത് ശരി. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് ഈ മെറ്റൽ വിഗ്രഹങ്ങളല്ലല്ലേ? അല്ല, രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ആക്ഷരികമായ ക്രിസ്ത്യ സഭകളിൽ ബിംബങ്ങളെ നമസ്കരിക്കാൻ തുടങ്ങുന്നത് ഈ കാലഘട്ടം തുടങ്ങിയാണ്. ഓ ശരി ശരി. പിന്നെ ദുർനടപ്പ് ആചരിക്കുക. നമ്മൾ കണ്ടു മോബിയ സ്ത്രീകളുമായിട്ട് ദുർനടപ്പ്. ദുർനടപ്പെന്ന് പറയുന്ന വാക്കിലൂടെ ദൈവസ്നേഹത്തിൽ നിന്ന് മാറി മറ്റ് ദേവന്മാരെ ആരാധിക്കുമ്പോൾ അതിന് വ്യഭിചാരമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. യാക്കോബ് ലേഖനം 4:4. വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാണ്. അക്ഷരിക വ്യഭിചാരമല്ലത്, ആത്മിക വ്യഭിചാരമാണ്. വചനത്തിൽ ഉടനീളം അങ്ങനെയുള്ള ഒരു പ്രയോഗം കാണുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള സ്നേഹം നിർമ്മലതയും വിട്ടുപോയി മറ്റ് ദേവന്മാരെ ആരാധിക്കുമ്പോൾ അത് വ്യഭിചാരം എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് 2 സംഭവിച്ചു ക്രിസ്ത്യ സഭയ്ക്ക്. സാത്താൻ ബലയാം അന്ന് കൂലി കുതിച്ചിട്ട് ചെയ്ത പോലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ചിലർ ദൈവസഭയിൽ ഇത് കൊണ്ടുവന്നതിന്റെ ഫലമായി ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇടർച്ച വെപ്പാൻ. അതെ അല്ലെ? ഇടർച്ച വെപ്പാൻ, അവരുടെ മുമ്പിൽ ഇടർച്ച വെപ്പാൻ, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. അവരുടെ മുന്നോട്ടുള്ള ഈ ആത്മീക മുന്നേറ്റത്തിൽ അവർക്ക് ഇടർച്ച വെക്കുന്ന ചില പ്രവൃത്തികളായിരുന്നു ഇത്. അവരോട് കർത്താവ് എന്താ പറഞ്ഞത്? 16-ാം ഇതൊരു ഉപദേശമായി. പിന്നെ 15-ാം വാക്യത്തിൽ നമ്മൾ ഈ ഉപദേശം പിടിച്ചിരിക്കുന്നവരുണ്ട്. 15-ാം വാക്യത്തിൽ വായിച്ചു നിൽക്കലവരുടെ ഉപദേശം. ഇത് 2 നമ്മൾ കണ്ടു. എന്നിട്ട് 16-ാം വാക്യത്തിൽ കർത്താവ് കൗൺസിൽ ചെയ്യുന്ന എന്നാ? ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. നമ്മൾ നേരത്തെ ചിന്തിച്ചു, വാള് ദൈവത്തിന്റെ വചനമാണ്. അതെ, കർത്താവ് പറഞ്ഞ വാക്കോർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. കർത്താവ് പറഞ്ഞ വാക്കുകൾ അത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം തന്നെ ഒടുക്കത്തെ നാളിൽ നിങ്ങളെ ന്യായം വിധിക്കും. വിഗ്രഹത്തെ നമസ്കരിക്കരുതെന്ന് പറഞ്ഞ ദൈവം ആ നമസ്കരിക്കുന്നവരെ അവന്റെ വായിലെ വാക്കുകൾ കൊണ്ട് തന്നെ ന്യായം വിധിക്കും. ഇത്ര ഗൗരവമായ ഒരു സത്യമാണത്. ഞാൻ വേഗം വരുന്നു അവരോട് ആവശ്യപ്പെടുകയാണ്. അപ്പം നമ്മൾ ഓർക്കുക,
ആ പിൽഗ്രിം പ്രോഗ്രസ്സിൽ, ആ മോക്ഷയാത്രയിൽ തടസ്സം വെച്ച് അവരുടെ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തി അവരുടെ വേർപാടിനെ നശിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ കോൺസ്റ്റന്റൈന്റെ മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്ത്യ സഭയ്ക്ക് സംഭവിച്ചത്. അവർ ലോകത്തോട് ഇണങ്ങിച്ചേർന്നു, ലോകത്തിന്റെ ഉപദേശങ്ങൾ, തന്ത്രപരമായിട്ടുള്ള ഉപദേശങ്ങളിൽ അവർ പോയി വീണു, അല്ലേ? അതെ, അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. നല്ലെടുത്ത് പറയുന്നുണ്ട് അതിന്റെ ജയിക്കുന്നവന് എടുത്ത് പറയുന്നുണ്ട്, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. ഇതൊക്കെ എന്നതാ പറഞ്ഞിരിക്കുന്ന ഈ മന്ന കൊടുക്കും, വെള്ളക്കല്ല് കൊടുക്കും, മറഞ്ഞിരിക്കുന്ന മന്ന. നമ്മൾ ഓർക്കണം, ഇസ്രായേൽ മക്കൾക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെങ്കിൽ ആ അവരുടെ ദേവാലയത്തിന്റെ ഉള്ളിൽ, സമാഗമന കൂടാരത്തിന്റെ ഉള്ളിൽ ഒരു പാത്രത്തിൽ മന്ന എടുത്തു വെച്ചിട്ടുണ്ട്. അവർക്ക് മരുഭൂമി യാത്രയിൽ ദൈവം ആകാശത്ത് നിന്ന് കൊടുത്ത മന്ന, ആ മന്ന ക്രിസ്തുവിന്റെ നിഴല. ഓ, അത് ശരി. ക്രിസ്തുവിനെ കാണിക്കുന്ന ഒരു ചിത്രമായി, പഴയ ചിത്രമായിരുന്നു അല്ലേ? ചിത്രമാണ് മന്ന. ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാലപ്പം. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർ മരിച്ചു, എന്നാൽ എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ, സ്വന്തമാക്കി തീർക്കുന്നവർ. എന്നാൽ അവിടെ നമ്മൾ ഓർക്കണം, ഇത് മറിഞ്ഞിരിക്കുകയാണ്, സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്നില്ല. ആത്മീയ ജീവിതത്തിൽ വേർപെട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾക്ക്, അവർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ആത്മീയ ഭോജനമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ കർത്താവല്ലേ നമ്മുടെ സന്തോഷം? തീർച്ചയായിട്ടും. ഈ കർത്താവല്ലേ നമ്മുടെ ആത്മീയ ഭോജനം? തീർച്ചയായിട്ടും അതെ. അതെ. അതുപോലെ തന്നെ അവിടെ ജയിച്ചിരിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന നോക്കുക, ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത പേരെഴുതി അവർ വെള്ളക്കല്ല് കൊടുക്കും. അന്ന് കോടതികളിൽ കുറ്റം വിധിക്കുന്നവർക്ക് കറുത്ത കല്ലും കുറ്റവിമുക്തരായവർക്ക് വെള്ളക്കല്ലും കൊടുക്കാറുണ്ട്. കോടതികളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. രണ്ടാമത്, ആരും അറിയാത്ത പേര് അവർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോൾ അവൻ്റെ ഇൻറ്റിമസിയെ കാണുകയാണ്. ഇതൊക്കെ പ്രതിഫലമായിട്ട് നൽകുന്നു. തീർച്ചയായിട്ടും ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ദാവീദ് രാജാവിൻ്റെ ഒരു സംഭവമാണ്. എണ്ണയും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉള്ളതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിന് നൽകിയിരിക്കുന്നു. അതെ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളെവിടെ എന്ന് സധൈര്യം ചോദിക്കുവാൻ കഴിയും. പ്രിയ കേൾവിക്കാരെ, നിങ്ങളുടെ മരണാനന്തര ജീവിതം നിങ്ങൾ എവിടെ കഴിക്കും? ഇന്നു മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും? മരണാനന്തര ജീവിതത്തിനായി ഒരുങ്ങേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. അതിന് സഹായിക്കുവാൻ ഇതാ മരണത്തെ ജയിച്ചുയർത്ത ഒരു രക്ഷകൻ. മരണത്തെ മുഖാമുഖം കാണുന്നതിന് മുന്നമേ മരണത്തെ ജയിച്ച് ഉയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുമോ: കർത്താവേ, അങ്ങയുടെ മരണം എൻ്റെ പാപശിക്ഷയ്ക്ക് പകരമായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനം തന്ന് എന്നെ രക്ഷിക്കണമേ. പുതിയ മനുഷ്യനാക്കി എന്നെ തീർക്കണമേ. തെറ്റുകളിൽ നിന്ന് ഞാൻ പിന്തിരിയുന്നു. ഇഹത്തിലും പരത്തിലും അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. No one can go back and make a brand new start, but you can start from now and make a brand new ending. ന്യൂക്ലിയർ യുദ്ധത്തെപ്പറ്റി, ഉൽക്കകൾ പതിക്കുന്നതിനെപ്പറ്റി, ഇസ്രയേലിന്റെ ലംഘനങ്ങൾ, ഏകലോക ഗവൺമെന്റ്, ഏകലോക നേതാവായ എതിർ ക്രിസ്തു, ലോക ചരിത്രത്തിൽ വന്നുപോയ സാമ്രാജ്യങ്ങളെപ്പറ്റിയും ബൈബിൾ, 666 സംഖ്യയും മൃഗത്തിന്റെ സംഖ്യയും, അന്തർദേശീയ പണമിടപാടുകൾക്കുള്ള സ്വിഫ്റ്റ് സംവിധാനം. ഈ വിഷയപഠനങ്ങൾ ഉൾക്കൊള്ളുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള അന്ത്യനാഴിക എന്ന ഓഡിയോ MP3 CD. അതെ, ലോകാന്ത്യത്തെ പറ്റിയുള്ള ബൈബിളിന്റെ മുഴുവൻ പ്രവചനങ്ങളും കോർത്തിണക്കി അക്കവും പുള്ളിയും ഇട്ട് വിശദീകരിക്കുന്ന, ഒടുവിൽ എന്ത് ഭവിക്കും എന്ന് വിശദമാക്കുന്ന 13 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു മനോഹര MP3 CD. അന്ത്യനാഴിക. ദേശീയ അന്തർദേശീയ വേദികളിൽ ശ്രദ്ധേയരായ റേഡിയോ TV പ്രഭാഷകരും ബൈബിൾ പ്രവചന പണ്ഡിതരുമായ ബ്രദർ ജോൺ P. തോമസ് കൊച്ചി, ബ്രദർ ജോൺ സെബാസ്റ്റ്യൻ കോട്ടയം എന്നിവർ നിങ്ങളോട് സംസാരിക്കുന്നു. മരണം ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മനുഷ്യൻ മരിച്ചാൽ ഉയർത്തു നിൽക്കുമോ? സയൻസ് യുഗ മനുഷ്യരുടെ സ്വകാര്യ ചോദ്യങ്ങൾ, സ്വപ്ന ചോദ്യങ്ങൾ, സങ്കട ചോദ്യങ്ങൾ, സയുക്തിക ചോദ്യങ്ങൾ, അതെല്ലാം സാരവത്തായി തന്നെ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് ഒരു ഉപകാരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു മരണശേഷം എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഓഡിയോ CD. കൂടുതൽ പഠനത്തിന് CD-കളും DVD-കളും ദൈവവചനം അഥവാ ബൈബിൾ,
ദൈവത്തിന്റെ ക്രോധ ദിവസത്തിൽ ലോകവും സഭയും, ഉത്തമഗീതം, ലോക സംഭവങ്ങൾ, പരിശുദ്ധാത്മാവ്, മരണം ഒരു കവാടം, 7 സഭകൾക്കുള്ള ദൂത്, ലോകാന്ത്യവും ജീവിതാന്ത്യവും, ദൈവകൃപ, ദാനിയേൽ പ്രവചനം, യഹോവയുടെ ഉത്സവങ്ങൾ, ലേവ്യ യാഗങ്ങൾ, വെളിപ്പാട് ഒരു പഠനം, രക്ഷ, ലോകാന്ത്യ സംഭവങ്ങൾ. ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് 3 പുസ്തകങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഗുരുവിനെ കണ്ടുമുട്ടിയവർ, മരണത്തിനപ്പുറത്തൊരു ജീവിതമോ, അറിയുവാൻ വൈകുന്ന സത്യങ്ങൾ. ഈ പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങൾക്ക് SMS അയയ്ക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ മൊബൈൽ നമ്പർ ശ്രദ്ധിച്ചാലും 9495446029. ഇമെയിൽ അഡ്രസ് peacetract@gmail.com. ലോകത്തിലെ പ്രധാനപ്പെട്ട ഭാഷകളിൽ സമാധാന സന്ദേശം വായിച്ചറിയുക. സന്ദർശിക്കുക www.peaceministry.org. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.